ബീഹാറിൽ നിതീഷ് കുമാർ പുതിയ സർക്കാരിന് പൂർണ്ണ സഹകരണം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായി ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പറയേണ്ട വാക്കുകളാണ്. പക്ഷേ ബീഹാറിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവിന്റെ നീക്കം സത്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? നിതീഷ് രാജ്യസഭയിലേക്ക് പോവുകയാണ്. ആൾക്കാർ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം സ്ഥാനം ഉപേക്ഷിക്കുന്നു, രാജ്യസഭ സീറ്റ് എടുക്കുന്നു. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി എന്ന് വരാം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ BJP ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് BJPക്ക് വെളിയിൽ കാണുന്ന രണ്ട് നേതാക്കൾ, ഒന്ന് നിതീഷ് കുമാറാണ്, മറ്റേത് ചന്ദ്രബാബു നായിഡുവാണ്. ഈ രണ്ടുപേരും ഒരു ഘട്ടത്തിൽ BJP ആയിട്ട് വലിയ ഉടക്കുണ്ടാക്കിയ ആൾക്കാരാണ്. നരേന്ദ്രമോദിയായിട്ട് ശത്രുത പ്രഖ്യാപിച്ച് BJPയുടെ സഖ്യത്തിൽ നിന്ന് വെളിയിൽ പോയ ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. രണ്ട് ഘട്ടങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട്. നിതീഷ് നേരത്തെ തന്നെ BJP ആദ്യം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോഡി വന്ന സമയത്ത് എതിർത്താണ് നിന്നത്. പിന്നീട് സഖ്യം വന്നു. ഈ BJP ആയിട്ട് പലതവണ അടുക്കുകയും അകലുകയും ചെയ്തൊരു ചരിത്രം നിതീഷിനുണ്ട്. നായിഡു എന്ന് പറഞ്ഞാൽ 2019 ചന്ദ്രബാബു നായിഡു അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്ന് തെറ്റിദ്ധരിച്ച് പുള്ളി പ്രതിപക്ഷത്തിൻ്റെ കൂടെ കൂടി അവസാനം ആകെ കഷ്ടപ്പെട്ടു പോയി. അവസാനം ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തെ എടുത്ത് ജയിലിൽ വരെ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിന് തോന്നി ശരിയാവില്ല, എങ്ങനെയെങ്കിലും ഒരു ഘട്ടത്തിൽ BJP അദ്ദേഹത്തെ അടുപ്പിക്കാൻ തയ്യാറില്ല. മോഡിക്കും അമിത്ഷായ്ക്കുമാണെങ്കിൽ നായിഡു എന്നൊരാൾ നമ്മുടെ കൂടെ വേണ്ട, തല്ലിക്കൊന്നാലും കൊണ്ടുവരണ്ട എന്നൊരു നിലപാടുണ്ടായിരുന്നു. എന്തായാലും അവസാനം അദ്ദേഹത്തെ കൂടെ കൂട്ടി ആന്ധ്രയിൽ NDA ഭരണം വന്നു. ഒരു മഹാവിജയമായിരുന്നു. ആന്ധ്ര പോലൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ NDAക്ക് ഒരു എൻട്രി കിട്ടുമെന്ന് പോലും വിചാരിക്കാത്ത സ്ഥലത്ത് പുതിയൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടായി. നായിഡുവും നിതീഷും വന്നുകൊണ്ട് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണം നടക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ 303 സീറ്റുണ്ടായിരുന്നു BJPക്ക്, 63 സീറ്റുകൾ നഷ്ടപ്പെട്ട് 240 സീറ്റിലേക്ക് താന്നുപോയപ്പോൾ NDA എന്ന നിലയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചത് നിതീഷും ചന്ദ്രബാബു നായിഡുവും അവരുടെ MPമാരും കൂടെ വെച്ചിട്ടാണ്. ആ നിലയ്ക്ക് നിതീഷിനോട് വളരെയധികം ആദരവ് BJPക്ക് ഉണ്ട്. ബീഹാർ ഇലക്ഷൻ നടന്നപ്പം നിതീഷിന് ആണ് പൂർണ്ണ പ്രാധാന്യം കൊടുത്തത്. BJPക്ക് അവിടെ നിയമസഭയിൽ 89 MLAമാരാണ്. നിതീഷിൻ്റെ പാർട്ടിയായ JDUവിന് 85, 4 സീറ്റ് കുറവാണ്. എന്നിട്ടും നിതീഷ് കുമാർ എന്ന സീനിയർ നേതാവല്ലാതെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന നിലപാടാണ് BJP എടുത്തത്. അത് നിതീഷിന് BJP കൊടുത്ത പൂർണ്ണ പ്രാധാന്യമാണ്. അദ്ദേഹം ഒപ്പം വേണം. മാത്രമല്ല അദ്ദേഹം വയസ്സാകാലം ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ ഘട്ടത്തിൽ പുള്ളിയെ നിഷ്കാസിതനാക്കാനോ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കാനൊന്നും BJP ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്തവണത്തെ സീറ്റ് BJP കുറവ് 2ാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന നിതീഷ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് CM പൊസിഷൻ കൊടുക്കുമ്പോൾ BJPക്കും നിതീഷ് കുമാറും ഇടയ്ക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് കാണും. എന്താണ് കാരണം നിതീഷിന് പ്രായം കൂടിയവരാണ്, അദ്ദേഹത്തിന് കുറച്ച് വൈയായികളുണ്ടാവും. അത്തരം ഒരു വ്യക്തി ഇനിയൊരു ഇലക്ഷൻ നേരിട്ട് സംസ്ഥാനത്തെ നയിക്കാൻ തയ്യാറാകുമോ? ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും ഇനി വേണ്ട. അങ്ങനെയെങ്കിൽ ഹി വിൽ ഗോ ഇൻ ടു റിട്ടയർമെൻറ്റ്. ആ റിട്ടയർമെൻറ്റ് BJPയിലേക്ക് അധികാരം ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട്, അതായത് അവിടുത്തെ 4 സീറ്റെങ്കിലും കൂടുതലുള്ള പാർട്ടിക്ക് കൊടുത്തുകൊണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു മാന്യമായ റിട്ടയർമെൻറ്റിലേക്ക് അദ്ദേഹം പോകുന്നു. അതിൻ്റെ ആ ഒരു ഘടനയായിരിക്കണം അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നത്. രാജ്യസഭയിലേക്ക് പോകാമെന്ന് മാത്രമല്ല, പോയാൽ അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ടിരിക്കാനും സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ടാവില്ല. അധികാരം ഇഷ്ടമുള്ള ആളാണ്, ദീർഘകാലം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുള്ള ആളാണ്. VP സിംഗിൻ്റെ മന്ത്രിസഭ തൊട്ട് പല മന്ത്രിസഭകളിലും. ഓഫ് റെക്കോർഡ് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വാർത്തയിലും പറയുന്നുണ്ട് 4 സഭകൾ. അതെ, 4 സഭയിൽ അദ്ദേഹം ഇപ്പോൾ 3 സഭയിൽ ഓൾറെഡി അംഗമായിട്ടുണ്ട്. 4ാമത്തെ സഭയിൽ അംഗവും പോകുന്നു. 4ാമത്തെ സഭ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നമുക്കൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നൊരു സാധനം വേറെയുണ്ട്. അതിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട്. നോമിനേഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽ പൊതുജനങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു എലീറ്റ് ക്ലാസ് അധ്യാപകർ, പ്രൊഫസർമാർ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ വോട്ട് ചെയ്ത് ആണ് അതിലേക്ക് ആളെടുക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞൊരു ഉപരിസഭ ഇത്തരം സ്റ്റേറ്റുകളിലുണ്ട്. അങ്ങനെ സഭയിൽ അംഗമായിട്ടിരുന്നുകൊണ്ടും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാം. നമുക്ക് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും നമ്മുടെ ഡൽഹിയിൽ കേന്ദ്രത്തിലാകാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അദ്ദേഹം MLA ആയിരുന്നു, MLC ആയിരുന്നു, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു. അപ്പം MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദെൻ MLC ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ, പിന്നെ MP ലോക്സഭയിലേക്ക് ജയിച്ച MP. ഇത് 3 അദ്ദേഹമായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ രാജ്യസഭാംഗമായിട്ടില്ല. അപ്പം അദ്ദേഹം രാജ്യസഭാംഗം ആവാൻ പോവുകയാണ്. ബീഹാർ എന്നൊരു ഒഴിവ് തന്നെ സീറ്റ്.
ഹരിവംശ് നാരായൺ സിംഗ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനും പൊളിറ്റീഷ്യനുമായിട്ടുള്ള നേതാവ്. അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം രാജ്യസഭാംഗമാണ്, നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾ. അദ്ദേഹം ഇറങ്ങാൻ പോകുന്നു. ആ സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ കയറി വരുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിതീഷ് കയറി വന്നാലും രാജ്യസഭ ഇരിക്കും, വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവ് വെറും ഒരു MP മാത്രമായിട്ട് ഇരിക്കില്ലായിരിക്കും. പകരം അദ്ദേഹം ഒരു വളരെ ഉയർന്നൊരു പദവി തന്നെ വഹിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ അദ്ദേഹം എടുത്ത പദവികൾക്ക് നിരക്കുന്ന തരത്തിലുള്ള ഒരെണ്ണം. അതുവഴി അദ്ദേഹം കുറച്ചുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ബോഡിയായിട്ട് അമിത്ഷാ ആയിട്ടൊക്കെ അടുത്ത ബന്ധത്തിൽ ഇരിക്കുമായിരിക്കും. സ്വാഭാവികമായിട്ടും ആ ബന്ധം ഊഷ്മളമാകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ബീഹാറിൽ മന്ത്രിസഭയ്ക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. കേന്ദ്രത്തിലാണെങ്കിലും ഇന്ന് കിട്ടുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ സപ്പോർട്ട് അതുകൊണ്ട് പൂർണ്ണ തോതിൽ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാരിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. നിതീഷ് സ്ഥാനം ഉപേക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് യാതൊരു അധികാര പ്രശ്നങ്ങളും കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഉണ്ടാകുന്നില്ല. എന്നാൽ മാത്രമല്ല കുറച്ചുകൂടെ സുദൃഢമായിട്ട് മുന്നോട്ട് പോകും. സാർ, ഇങ്ങനെ ഒരു ലയനം ഉണ്ടാകുമ്പോൾ അത് ലയനമല്ല, അത് അദ്ദേഹം അധികാരം ഉപേക്ഷിച്ച് കൈമാറി. അദ്ദേഹം ഇപ്പം അടുത്തതായിട്ട് വരാൻ പോകുന്നത് BJP എന്നുള്ള ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി സമ്രാട് ചൗധരി ആണെന്ന് തോന്നുന്നു അടുത്ത CM ആവാൻ പോകുന്നത്. ന്യായമാണ്, കാരണം കൂടുതൽ സീറ്റ് BJPക്കാണല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ BJPക്ക് കൊടുക്കുന്നു. നിതീഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് ആരും വരുന്നില്ല. അങ്ങനെ ഒരു സംഭവമാണ്. അത് അവർക്ക് മന്ത്രിസ്ഥാനങ്ങളുണ്ടാവും, മുഖ്യമന്ത്രി സ്ഥാനമല്ല. അപ്പം നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം നിന്ന് മാറുന്നതിൽ നിതീഷിന്റെ പാർട്ടിക്കാർക്ക് കുറെ പേർക്ക് എതിർപ്പുണ്ട്. അതെ, അവരെ എതിർപ്പ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത്തവണ ഹോളി ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പാർട്ടിക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് ഹോളി ഇല്ല ഇത്തവണ എന്നാണ് പറഞ്ഞത്. ഒരു മരണം ഉണ്ടായ പോലത്തെ ദുഃഖം. കാരണം അവരുടെ ഏറ്റവും വലിയ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണല്ലോ. അതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതിഫലനങ്ങളും ചലനങ്ങളും കുറേ ഉണ്ടായിന്ന് വരും. അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല. നിതീഷ് ഒരു വലിയൊരു സ്ഥാനം ഏറ്റെടുത്ത് കഴിയുമ്പം ദേ വിൽ ബി ഹാപ്പി. പക്ഷേ സ്റ്റേറ്റ് മുഖ്യമന്ത്രി സ്ഥാനം അതല്ലാണ്ടാകുന്നു. എങ്കിലും ഒരു കാര്യം പറയാം, നിതീഷ് ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിട്ടിരുന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിരുന്നുള്ള പ്രവർത്തനത്തിൻ്റെ മികവാണ് ഇത്തവണ ബീഹാറിൽ കിട്ടിയ വലിയ വിജയം. അതിന് പിന്നെ BJPയുടെ വാർ റൂം തന്ത്രങ്ങൾ, ഇത് രണ്ടും ചേർന്നിട്ടാണ് വലിയൊരു വിജയത്തവണ ബീഹാറിൽ ഇതിനുണ്ടായിരിക്കുന്നത്, NDA ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ്സൊക്കെ വെറും 5-6 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. അതുപോലത്തെ ഒരു വമ്പൻ വിജയം BJP കൈവരിച്ചു. ആ വിജയത്തിൻ്റെ പുറകിൽ പ്രധാനമായിട്ട് 2 പേരായിരുന്നു. ഒന്ന് നിതീഷ് കുമാർ തന്നെയാണ്. ഭരണതലത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി അഥവാ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത വിധത്തിൽ ഒരു ഭരണം കാഴ്ചവെച്ചു. അത് അത്തരം ഒരു വിരുദ്ധ വികാരം ഇല്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഇതിൻ്റെ കൂട്ടത്തിൽ BJPയുടെ വാർ റൂം, അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് നിതിൻ നബീൻ. അദ്ദേഹം ഇപ്പോഴത്തെ BJPയുടെ നാഷണൽ പ്രസിഡന്റ്. ചെറിയ ആളല്ല. 45 വയസ്സ് മാത്രമുള്ള ആ മനുഷ്യനെ നാഷണൽ പ്രസിഡന്റ് ആക്കിയത് എന്തിനാണ്? ബീഹാറിലെ വിജയത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തി. അതുപോലെ ഒപ്പം അടുത്തുള്ള സംസ്ഥാനങ്ങളിലും. കാരണം വാർ റൂം സ്പെഷ്യലിസ്റ്റാണ്. തന്ത്രങ്ങൾ പ്രയോഗിച്ച് എങ്ങനെ കൃത്യമായ തന്ത്രങ്ങളെ കൂടി വിജയത്തിലേക്ക് എത്തിക്കാം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾ. അങ്ങനത്തെ ആൾ, ആ ആൾ കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു. മറ്റേയാളും കേന്ദ്രത്തിലേക്ക് തന്നെ വരുവാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കിയാലും ഒരുപാട് ബ്രാക്കറ്റ്സ് പാർട്ടീസ് ഉണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ JDU, അതിൽ നിതീഷ് സാറ് പറഞ്ഞ പോലെ ഒരു ഭരണ കൈമാറ്റം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായ ആ പാർട്ടിയിൽ തന്നെ ഒരു ജൂനിയർ ഉണ്ടാവുമല്ലോ ഇദ്ദേഹത്തിന് ശേഷം ഇന്നയാളെന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരാളെ അദ്ദേഹം പാർട്ടി സ്ഥാനമല്ല ഉപേക്ഷിക്കുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനമാണ്. പാർട്ടിയുടെ തലപ്പത്ത് നിതീഷ് കുമാർ തന്നെ ഉണ്ടാവും. പിന്നെ അദ്ദേഹം അധികം പേരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ചോദിക്കാൻ വന്ന ചോദ്യത്തിന്റെ അർത്ഥം ഇതായിരിക്കും, JDUവിന്റെ ഭാവി എന്ത്? ഇതല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ? JDUവിന്റെ ഭാവി ഇതിനു മുമ്പ് പലരും പ്രവചിച്ചിട്ടുള്ള ഒരു കാര്യം, പല പത്രക്കാരും തുറന്നെഴുതിയിട്ടുണ്ട്. ഇത് BJP ലയിച്ചു പോകും എന്നുള്ളത്. നിതീഷിൻ്റെ കാലം കഴിയണം വരെ, അദ്ദേഹത്തിൻ്റെ ഒരു മരണം വരെ JDU അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് നിൽക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? അത് BJPയിലേക്ക് പതിയെ BJPയുടെ ഭാഗമായിട്ട് മാറും. കാരണം ഇതിൻ്റെ അണികൾ BJPയുടെ ഭാഗമാവും. ഇതിപ്പോൾ ഒരു സഖ്യകക്ഷി ഭരണം നടക്കുന്നുള്ള ഗുണം അതാണ്. അവരൊരുമിച്ച് ഭരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പാർട്ടിയുടെ സ്ട്രെങ്ത് കുറഞ്ഞാൽ ഇവർ BJPയുടെ അണികളായിട്ട് മാറും. അത് പലയിടത്തും തന്നെ BJP ആയിട്ടുള്ള സഖ്യം വന്ന പല പാർട്ടികളുടെ ആൾക്കാർ സ്ലോവിലി അവർ ഒരു ഘട്ടത്തിൽ അവരുടെ പിന്തുണ BJPക്ക് ആവശ്യമാണ്. പക്ഷേ BJP വേറെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതുകൊണ്ടല്ല, BJPയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. BJPക്ക് ഭരണമികവുണ്ട്. ലോകം മുഴുവൻ ഫോളോവേഴ്സുള്ള ഒരു വലിയ നേതാവ് BJPക്കുണ്ട്. ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് ധാരാളം ആരാധകരുണ്ട്, നരേന്ദ്രമോദി. ആ ഒരു പ്രഭാവം കൂടെ വന്നപ്പോൾ കേരളത്തിൽ പോലും പല പാർട്ടിയിൽ നിന്നുള്ളവരും BJPയിൽ ജോയിൻ ചെയ്യാൻ കാരണമാകുന്നത്
ബി ജെ പിയുടെ സഖ്യകക്ഷിയാവാൻ കാരണമാകുന്നതും ഒരു മോഡി പ്രഭാവമാണ്. ആ മോഡി പ്രഭാവം അവിടെ ബാധിക്കും. ബി ജെ പി പ്രത്യേകിച്ച് തന്ത്രമൊന്നും പ്രയോഗിക്കേണ്ട. നിതീഷിൻ്റെ പാർട്ടി പതിയെ പതിയെ ബി ജെ പിയുടെ തന്നെ ഭാഗമായിട്ട് ബി ജെ പിക്ക് ലയിച്ചു മാറും. അതൊരു കുറുമുന്നണിയായിട്ട് മാറി നിൽക്കൊന്നുമില്ല. അത് ബി ജെ പിയുടെ ഭാഗമാവും. ഇതാണ് ബീഹാറിൻ്റെ കാര്യത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോണേ. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ബി ജെ പി ഭാവിയിൽ ബീഹാർ ഭരിച്ചെന്ന് വരും. അങ്ങനെ ഒന്നിലേക്ക് വരും. പ്രത്യേകിച്ചും നിതീഷിൻ്റെ ഒരു കാലം കഴിയുന്നൊരു ഘട്ടം. അതിപ്പോൾ പെട്ടെന്നുണ്ടാകുമോ, അദ്ദേഹം ഒരാൾ മരിക്കുന്ന കാര്യം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് ആ രീതിക്കല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇൻ ടേൺ എന്തായാലും ചില മാറ്റങ്ങൾ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. സം ഓർഗാനിക് ചേഞ്ചസ് വേണം പറയാം. അതിൻ്റെ ഭാവി ഇതാണ്. ആ ഭാവി ബി ജെ പിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി പതിയെ മാറും. അങ്ങനെ ഒന്ന് സംഭവിക്കും. കുറച്ച് നാൾ എടുക്കുമായിരിക്കും. പക്ഷേ നിതീഷ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇതൊരു റിട്ടയർമെൻറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യസഭാ മെമ്പർഷിപ്പുമായിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്താൽ പോലും ദിസ് ഈസ് ഗോയിങ് ടു ബി എ കൈൻഡ് ഓഫ് റിട്ടയർമെൻറ്റ്. അദ്ദേഹം ആക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റ് പൊളിറ്റിക്സ് നിന്ന് മാറി സെൻട്രലിൽ വലിയൊരു പദവിയിൽ ബഹുമാനിതനായിട്ടിരുന്ന് മോഡിയായിട്ട് അടുത്ത ഒരു സൗഹൃദത്തിൽ പോയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായിട്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്ട്രോങ് ആക്കി വയ്ക്കുന്നു. സ്റ്റേറ്റ് ആണെങ്കിലും ഭരണ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നു. ഒരു ശാന്തമായ എന്താ പറയുക റിട്ടയർമെൻറ്റ് ലൈഫ്. ഇതായിരിക്കും അദ്ദേഹം കൊതിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യമുണ്ട്. അവർ റിട്ടയർ ചെയ്താലും പൊളിറ്റിക്സ് പ്രവർത്തിക്കും. സോ അദ്ദേഹം രാജ്യസഭ മെമ്പറായിരിക്കും. ആ മട്ടിൽ ആക്റ്റീവായിരിക്കും. ഒരു മന്ത്രിയായിരിക്കും. റിട്ടയർ ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിതീഷിനെ പോലെ ഒരാൾക്ക് അധികാരത്തിൽ നിന്ന് മാറിയിരിക്കുന്നത് അത്ര എളുപ്പമല്ല. ഹി നീഡ്സ് എ റിട്ടയർമെൻറ്റ് ബട്ട് വിത്ത് പവർ. അതായിരിക്കും സംഭവിക്കുക.